കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ എൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ എൻ പ്രിയനെ കാണാറായി. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധനത്തിൻ്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷേർലി ബിനോയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വലിയ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോട് പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷേർലി ബിനോയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രശ്നത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവത്തിന്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ ടി വിയിൽ വന്ന് സാക്ഷി പറയുവാൻ തൊക്കണം ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതേപോലെ ദൈവദാസൻ ഡാനിയൽ ജോൺ അവരുകളെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം എനിക്കിത് ഒരു അവസരം അരോമ ടി വി മുഖാന്തരം എനിക്ക് ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ദൈവം മുൻപാകെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം ഇതുവരെ എന്നെ കൊണ്ടുവന്ന വിധങ്ങളും വഴികളും, ദൈവത്തിന്റെ ഓരോ എൻകൗണ്ടറും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണവും ദൈവശബ്ദവും ദൂതന്മാരുടെ കാവലും ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരുന്നത് പറയുവാൻ തക്കണോ അവസരം ഒരുക്കി തന്നല്ലോ. അതിനുവേണ്ടി ദൈവം മഹത്വപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ പേര് ഷേർലി ബിനോ. ദേവദാസൻ പറഞ്ഞ പോലെ എൻ്റെ പേര് ഷേർലി ബിനോ ആണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ സെറ്റിലായിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പാസ്റ്റർ ബിനോ തോമസ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, സ്റ്റീവ്, സ്റ്റീവിയ. ഞങ്ങൾ കുടുംബമായിട്ട് ബദേലേച്ചി ചർച്ച് ബാംഗ്ലൂരിൽ സഹശുശ്രൂഷകരായി കുടുംബമായിട്ട് ഇവിടെ പാർക്കുന്നു, സെറ്റിലായിരിക്കുന്നു. ദൈവം ഇതുവരെ ഞങ്ങളെ നടത്തി. ഇനിയുള്ള മുൻപോട്ടുള്ള നിമിഷങ്ങൾ, അല്പനിമിഷങ്ങൾ ദൈവസന്നിധിയിൽ ദൈവം നടത്തിയ വിധങ്ങളെ വർണ്ണിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കുക എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ ജനനം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കോട്ടയം, സ്വദേശം കോട്ടയമാണ്. കോട്ടയത്തു നിന്ന് എൻ്റെ മാതാപിതാക്കള് ഒരു ദൈവദാസന്റെ വാക്കുകൾ മുഖാന്തരം കർണാടകയിൽ വന്ന് ഇവിടെ കൃഷി ചെയ്യുവാൻ തക്കോണം കർണാടക തരീക്കര എന്ന സ്ഥലത്ത് വരുവാനും അവിടെ സെറ്റിൽ ആകുവാൻ തക്കോണം സഹായിച്ചു. എൻ്റെ ജനനം കഴിഞ്ഞ് ചില മാസങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നത്. എനിക്ക് ഞങ്ങള് 6 കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കളും 6 കുഞ്ഞുങ്ങളാണ്. ഞാൻ ഏറ്റവും ഇളയ മോളാണ്. എൻ്റെ പിതാവ് എൻ്റെ 11ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാർപ്പെട്ടു. ദൈവകൃപയാല് ഇതുവരെ ഞങ്ങളെ ദൈവം നടത്തിയ കൃപകളൊക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ 4 വർഷത്തിനു മുമ്പ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. പ്രിയ മാതാവുണ്ട്, സഹോദരങ്ങളും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ദൈവകൃപയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിങ്ങനെ പോകുന്നു. ദൈവം ഇതുവരെ എന്നെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. എൻ്റെ ബാല്യകാലം, എൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം ഞാൻ പറഞ്ഞല്ലോ തരീക്കരയിലായിരുന്നു. എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഒരു ബെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. അതിന്റെ ആ അടിസ്ഥാനത്തില് ഞാൻ സൺഡേ സ്കൂളില് മാതാവിന്റെ നിർബന്ധത്താൽ പോകുമായിരുന്നു. ബൈബിള് സൺഡേ സ്കൂളിൽ മത്സരങ്ങൾ ഉള്ളത് കൊണ്ട് വാക്യങ്ങൾ പഠിക്കുമായിരുന്നു, ബൈബിളിലെ കാര്യങ്ങളെല്ലാം പഠിക്കുമായിരുന്നു. അങ്ങനെ വചനത്തിൽ ഉള്ളത് കൊണ്ട് രക്ഷിക്കപ്പെട്ടു, അത് മുഖാന്തരം രക്ഷിക്കപ്പെട്ടു. വചനത്തിൽ ഉള്ളത് കൊണ്ട് സ്നാനപ്പെട്ടു. പക്ഷെങ്കില് ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. യഥാർത്ഥ മാനസാന്തരവോ ദൈവത്തിന്റെ ഒരു ശബ്ദമോ കേട്ടല്ലായിരുന്നു ഞാൻ ഇറങ്ങിയതൊന്നും. പക്ഷെങ്കിൽ മാതാപിതാക്കള് ബെന്തിക്കോസിലായതുകൊണ്ട് അവരുടെ ഒരു ചടങ്ങ് പോലെ ഞാൻ മാനസാന്തരപ്പെട്ടെന്നും ഞാൻ സ്നാനപ്പെട്ടെന്നും മാത്രം വരുത്തി ഇങ്ങനെ ജീവിച്ചു മുമ്പോട്ട് പോകുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഒക്കെ പഠിക്കുന്ന ആ കാലഘട്ടത്തില്
കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു, പഠനകാര്യത്തിലും സാമ്പത്തികമായ വിഷയത്തിലെല്ലാം വന്നപ്പം ഞാനിങ്ങനെ ദൈവത്തോട് തന്നെ ഇങ്ങനെ ചോദിച്ചു. ദൈവത്തോട് അങ്ങനെ സംസാരിക്കാനോ ദൈവത്തിന്റെ ഒരു എൻകൗണ്ടറോ നമുക്ക് അറിയത്തില്ല. കാരണം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും. അത് മാതാവിന്റെയോ സഹോദരങ്ങളുടെയോ നിർബന്ധത്താൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. പ്രഭാതത്ത് 5 മണിക്കൊക്കെ വിളിച്ചെഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരഞ്ഞുകൊണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടൊക്കെ എഴുന്നേറ്റിരിക്കുന്നത്. കാരണം നിർബന്ധത്താൽ, ഇതെല്ലാം നിർബന്ധത്താൽ കഴിഞ്ഞു പോയ കാലഘട്ടമായിരുന്നു. പക്ഷെങ്കിൽ ദൈവമക്കളെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ 12ാമത്തെ +2 പഠിക്കുന്ന സമയത്ത് ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, ഇനി ജീവിച്ചിരിക്കേണ്ട, എന്തിനാ ജീവിക്കുന്നത്, ദൈവമക്കളാണ്. ഒത്തിരി ഈ കർണാടകയിൽ വന്ന് കർണാടകയിലെ ആചാരങ്ങൾ എല്ലാവരും നമ്മളെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ വസ്ത്രധാരണയില്, നമ്മുടെ ആഭരണമില്ലാത്ത എല്ലാ കാര്യത്തിലും നമ്മളെ മാറ്റി നിർത്തുമ്പോൾ തന്നെ ഈ ലോകത്തിൽ ഒരു കരയേറ്റാത്ത മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയത്. പക്ഷെങ്കിൽ വ്യക്തിപരമായ ഒരു ബന്ധം ദൈവമായിട്ട് എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ ഈ ലോകത്തിന് ആ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് നല്ല അവസ്ഥകളാണല്ലോ. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ എല്ലാം വേർപാടായിട്ട് ജീവിച്ചിട്ട് നമുക്കൊരു സൗകര്യമോ സാഹചര്യമോ ഒന്നുമില്ല എന്നുള്ളൊരു പിറുപിറുപ്പോടെ ദൈവസന്നിധിയിൽ ഞാൻ ആത്മഹത്യ മാത്രമാണ് എന്റെ മുൻപിലുള്ളത്. അത് ചെയ്തേക്കാൻ, കാരണം ജീവിച്ചിട്ടും വലിയ കാര്യമില്ല. ഇങ്ങനെ എന്നും കഷ്ടപ്പാട്, എന്നും പട്ടിണി, എന്നും ഉപദ്രവം, എന്നും ഇത് തന്നെ ആയിപ്പോയല്ലോ ജീവിതം. ജനിച്ച കാലം തൊട്ട് ഇതുവരെ നമുക്ക് കഷ്ടപ്പാട് മാത്രമാണല്ലോ ജീവിതത്തിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇനി ജീവിക്കേണ്ടെന്നുള്ള മനസ്സ് പതറിക്കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാർപ്പെടാൻ തൊക്കൊണ്ടും അതിനായിട്ടുള്ള പോയിസൺ ഒക്കെ എടുത്ത് കുടിക്കാനായിട്ട് ബാത്റൂമിലൊക്കെ പോയപ്പോഴത്തേക്കിന് പരിശുദ്ധാത്മാവാന്ന് തോന്നി. എനിക്ക് അറിയത്തില്ല, ആ സമയത്ത് നമുക്ക് അറിയത്തില്ലല്ലോ പരിശുദ്ധാത്മാവോ ദൂതന്മാരോ ഒരു ലിങ്കും ഇല്ലാത്ത സമയമാണ്. പക്ഷെങ്കില് എന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി തട്ടി മാറ്റാനിടയായി. ഞാൻ പിന്നെ എനിക്ക് പേടിയായി പോയി, അമ്മ എങ്ങാനും കണ്ടിട്ടാണോ ഇത് സംഭവിക്കുന്നേ എന്ന്. ഞാനത് മാറ്റി വിട്ടു. എന്റെ കയ്യിലുള്ള പോയിസൺ മൊത്തം കയ്യിൽ നിന്ന് ചെതറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എല്ലാം കഴുകിയിട്ടിട്ട് ഞാൻ പിന്നെ തിരിച്ചു കയറി വന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ മരിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു സമയമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറി വന്നിട്ട് അടുത്ത ആഴ്ചയിൽ, ഈ ആഴ്ചയില ഞാൻ ഇത് സംഭവിക്കുന്നത്. അടുത്ത ആഴ്ചയില് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അടുത്ത ആഴ്ച 3 ദിവസം ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. ദൈവമക്കളെ, അതും ഈ മാതാവിന്റെ നിർബന്ധത്താല് പോയി അവിടെ ഇരുന്നപ്പോഴത്തേക്കിന് ഒരു ദൈവദാസൻ ഗസ്റ്റായിട്ട് അവിടെ വന്നായിരുന്നു. ആ ദൈവദാസൻ വന്നിരുന്നപ്പോ തൊട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനപ്പോ വിചാരിച്ചു, ഇത് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കുന്നത്? പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോഴും എന്നെ ഇങ്ങനെ നോക്കുന്നു, രൂക്ഷമായി എന്നെ നോക്കുന്നുണ്ട്. ഞാനപ്പോ എന്റെ മനസ്സിൽ എനിക്ക് തോന്നി, ദൈവം അങ്ങാണ്ട് സംസാരിച്ചിട്ടാണോ എന്നെ രൂക്ഷമായി ഇങ്ങനെ നോക്കുന്നത്? അപ്പം പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ ഈ ദൈവദാസൻ നമ്മുടെ ചർച്ചിലെ ദൈവദാസനോട് പറഞ്ഞു, ഈ സഹോദരിയെ, ഈ കുഞ്ഞിനെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വെച്ചു, ദൈവമേ ഞാൻ പെട്ടു എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ ദൈവദാസന്റെ അടുത്ത് പോയി. ഈ ദൈവദാസനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് കഴിഞ്ഞ ആഴ്ചക്കാലം നടന്നതും ഇതുവരെയും ജീവിതത്തിൽ നടന്ന സംഭവം മൊത്തം ഇങ്ങോട്ട് ആരാണ്ട് പറഞ്ഞു കൊടുത്തതുപോലെ ഇങ്ങോട്ട് ചോദിക്കാനായിട്ട് ഇടയായി. ഞാൻ അപ്പോഴും സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം എന്റെ മാതാവ് എന്റെ അടുത്തുണ്ട്, ഇത് ചെയ്തെന്നുള്ളത് അറിയേണ്ടല്ലോ എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അതങ്ങനെയൊക്കെ ആയി. പുള്ളി പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇത് ഇടപെടുന്നത്, ഇങ്ങനെയൊക്കെയായിരുന്നു സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഒരു 3 ദിവസം ഉപവാസം എടുക്കാൻ തൊക്കെ ഇടയായി. അപ്പം ആ 3 ദിവസം ഉപവാസത്തിൽ പരിശുദ്ധാത്മാവായിട്ട് ഒരു എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയായി. അന്ന് പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ സംസാരിച്ചു. നിന്റെ കുടുംബത്തിൽ നിന്നും വേർതിട്ട് ഇരുത്തിയിട്ട് നിന്നെ മാറ്റി, ഈ കുടുംബത്തിലെ ആണോന്ന് പോലും തിരിഞ്ഞ് ചിന്തിക്കുന്ന രീതിയിൽ നിന്നെ മാറ്റിയെടുക്കും. നിന്റെ ജീവിതത്തെ, നിന്റെ സംസാരത്തെ, നിന്റെ ക്വാളിറ്റിയെ എല്ലാം എടുത്തു മാറ്റിയിട്ട് ഇത് ഇവിടത്തെ തന്നെയാണോ, ഈ കുടുംബത്തിലെ തന്നെ ആണോ എന്നുള്ളൊരു ഇത് നീ ചോദിച്ചതല്ലേ, ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നിന്നിട്ട് എന്നാ പ്രയോജനം, നമ്മുടെ ജീവിതം ഇങ്ങനല്ലേ എന്നുള്ളൊരു സംസാരമല്ലേ നിനക്കുണ്ടായത്. പക്ഷെങ്കില് ദൈവാത്മാവ് എന്നോട് ശക്തമായി അന്ന് ദൈവമക്കളെ ഞാൻ കേട്ട്, ദൈവശബ്ദവും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നേരിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളോ ഇല്ല നമ്മുടെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെ ഞാൻ ദൈവശബ്ദം കേൾക്കുവാൻ തക്കോണ ഇടയായി. അന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായി, ദൈവമേ എന്റെ ജീവിതത്തിലെ തെറ്റുകളെ, കുറ്റങ്ങൾ ഇതുവരെ സംഭവിച്ചെല്ലാം ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കാലത്ത് ഞാൻ ചെയ്തതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ മുന്നേറുവാൻ, പരിശുദ്ധാത്മാ എപ്രകാരം എന്നെ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാ എപ്രകാരം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് മാത്രം എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതല്ലാതെ മാനുഷ്യമായ ചിന്തയിലോ മാനുഷ്യമായ ഒരു കാര്യമോ എന്റെ ജീവിതത്തിൽ വേണ്ടാന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തക്കവണ്ണം ഇടയായി. അത് കഴിഞ്ഞ് എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞു. ഞാൻ BTH
MTHന് വേണ്ടി വയനാട്ടിലോട്ട് ബൈബിൾ കോളേജിലോട്ട് കടന്നുപോയി. അവിടെ പഠനം പൂർത്തിയാകുന്ന സമയത്താണ് എനിക്കൊരു വിവാഹ ആലോചന വന്നത്. അപ്പോഴും പരിശുദ്ധാത്മാവിനെ ഞാൻ സമർപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവെ, ദൈവഹിതം മാത്രം എന്റെ ജീവിതത്തിൽ നടക്കണം. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, എന്റെ വീട്ടില് കഷ്ടപ്പാടും ദാരിദ്ര്യം അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്നെ ദൈവം മാറ്റി നിർത്തി. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിന്റെ ഒറ്റ ഒരു ഇടപെടലായിരുന്നു, ആ എൻകൗണ്ടർ ആയിരുന്നു എന്റെ ജീവിതത്തെ, എന്റെ ചിന്താഗതികളെ മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈബിൾ കോളേജിന്റെ അവസാന വർഷം ആയപ്പോഴത്തേക്കിന് എനിക്കൊരു വിവാഹാലോചന വന്നപ്പോഴത്തേക്കിന് ദേവദാസൻ എന്നെ, നമ്മുടെ ചർച്ചിലെ ദേവദാസനായിരുന്നു ആലോചിച്ചത്. അപ്പൊ ആ ദേവദാസൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ആലോചന വന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഒക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ എന്നുള്ള ഒരു പ്ലാനിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം, ഇപ്പൊ എന്നെ വിവാഹം കഴിച്ചേക്കുന്ന പാസ്റ്റർ ബിനോ തോമസ് തന്നെ ആയിരുന്നു അന്ന് ആലോചിച്ച വ്യക്തി. ഇപ്പൊ അവിടെ വന്നു. ഞാൻ അപ്പൊ ലീവിന് വീട്ടിലോട്ട് പോയി. അപ്പൊ ദേവദാസൻ അവിടെ മീറ്റിങ്ങിന് വേണ്ടി വന്നപ്പം ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടയായി സംസാരിച്ചു. അപ്പോഴും ദേവദാസൻ ഇങ്ങനെ എന്നോട് പറഞ്ഞത്, ഒരു ഡിസംബർ 31 അന്നത്തെ വാച്ച് നൈറ്റ് പ്രയറിനായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ നമ്മൾ വീണ്ടും കാണും, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പൊ ഞാനും തിരിച്ചു വരുന്നു, പരിശുദ്ധാത്മാവിന്റെ ഹിതമാണോ വിവാഹം നടക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ ദേവദാസൻ 21 ദിവസം ഉപവാസമായിരുന്നു. ഉപവാസം കഴിഞ്ഞിട്ട് എന്നെ പെണ്ണ് കാണൽ എന്നുള്ള ഒരു ചടങ്ങിന് വേണ്ടി വീട്ടിൽ വരികയും സംസാരിക്കുകയും ചെയ്തു. ദൈവമക്കളെ, എന്നോട് ദൈവദാസൻ എന്ന രീതിയിൽ എന്നോട് ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ ഇപ്പൊ ദേവദാസൻ, എനിക്കിപ്പൊ കാണുമ്പോ എല്ലാം ഉണ്ട്, പക്ഷെങ്കിൽ ദൈവവേലയാണ്, ദൈവവേല പ്രതി, ദൈവനാമ പ്രതി തെരുവിൽ കിടക്കേണ്ടി വന്നാലും പട്ടിണി കിടക്കേണ്ടി വന്നാലും സഹിക്കാൻ റെഡിയാണോ, എന്റെ കൂട്ടത്തിൽ നിൽക്കാൻ റെഡിയാണോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ദൈവദാസൻ. ഞാൻ അന്ന് മുൻപും പിൻപും സൈഡും ഒന്നും നോക്കാതെ ഞാൻ എസ് വെച്ചു. എസ് വെക്കാനുള്ള കാരണം, പല വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ ആ എസ് വെച്ച് എന്റെ വിവാഹം, എന്റെ ഫാദറിലോയും മദറിലോയും ദേവദാസന്റെ വീട്ടുകാരെല്ലാം എന്നെ കാണുന്ന എന്റെ എൻഗേജ്മെന്റിന്റെ ദിവസമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദേവദാസൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇല്ല, ദൈവത്താല് ഒരു കാര്യം, ഒരു ആലോചന വന്നെങ്കിൽ അത് സക്സസ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പൊ വലിയ ആലോചനകളോ ചോദ്യമോ ചിഹ്നം ഒന്നും വേണ്ട, അത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതാ. ദൈവം തക്ക തുണിയെ ഒരുക്കും എന്നുള്ള ഒരു വചനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് ഇങ്ങനെ പോയി. വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഓരോ അവസ്ഥകളിലും ദൈവം ഓരോ കാര്യങ്ങളും പഠിപ്പിക്കാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ എന്റെ വിവാഹം അങ്ങനെ വന്ന് കണ്ടു. വിവാഹം എല്ലാം ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പക്ഷെങ്കില് അത് കഴിഞ്ഞിട്ട് ദൈവവേലയിലോട്ട് പ്രവേശിക്കുക, അതുവരെയും ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ കോളേജ് പഠിച്ചു, പഠനം കഴിഞ്ഞു, ഉടനെ തന്നെ വിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞു ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ഈ വീട്ടിൽ നിൽക്കാത്തത് കൊണ്ട് എനിക്ക് ഫുഡ് പാചകം ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ഒരു ചായ പോലും നേരെ ചുവനെ ഇടാൻ അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ വിവാഹത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവമേ നീ സഹായിക്കണം. അപ്പൊ നമ്മൾ ഈ ദൈവദാസന്മാരുടെ കുടുംബങ്ങളോ ഒന്നും അറിയത്തില്ല, എപ്പോഴും ആൾക്കാർ വരുമെന്നോ അവരെ അതൊന്നും ആ ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തത് കൊണ്ട് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം നാട്ടിൽ വെച്ചായിരുന്നു. അത് നാട്ടിൽ വെച്ച് വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട്, ഞാനും ദേവദാസനും കൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഒത്തിരി ദൈവമക്കള് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ വരുന്നു. ഈ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറയും, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് പറയാൻ പറ്റുമോ, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം കൊണ്ടും പേടിച്ചും വിറച്ചും ഇങ്ങനെ നിന്നുകൊണ്ട് ഓരോ കാര്യം ഇങ്ങനെ ചെയ്യും. പക്ഷെ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കിയപ്പോൾ മൊത്തം കുളവായിപ്പോയി. ഉപ്പ് കൂടുതലോ എരിവ് കൂടുതലോ ഇതൊന്നും ഇല്ല, എന്തൊക്കെയോ സംഭവിച്ചു പോയി. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതല്ലേ എന്നെ. ഞാൻ ഇങ്ങനെ ഫസ്റ്റ് എൻകൗണ്ടർ ഞാൻ പറഞ്ഞല്ലോ, സെക്കൻഡ് എൻകൗണ്ടറിലോട്ടാണ് ഞാൻ ഈ വരുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എനിക്കിത് പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമക്കൾ വീട്ടിൽ വരുമ്പോൾ അവരെ വെറുതെ വിടാൻ പറ്റുന്നില്ല. എനിക്ക് അവർക്ക് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ദേവദാസന്റെ ഭാര്യ എന്നുള്ള പദവി മാത്രമല്ലല്ലോ, നമ്മൾ എല്ലാ അവസ്ഥയിൽ കൂടെ നമ്മൾ എല്ലാത്തിലും ഒരു മിങ്കിളായിരിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഞാൻ ചോദിക്കാൻ തക്കണം ഇടയായി. ആ സമയത്ത് ദൈവം എന്നെ ഇങ്ങനെ, ഞാൻ പറഞ്ഞു, ദൈവം നാളെ തൊട്ട് ഞാൻ പാചകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിച്ചു. മുട്ടുമേലിരുന്ന് കരഞ്ഞു ദൈവമക്കളെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് വേണം. കാരണം എനിക്ക് പാചകം ചെയ്തേ പറ്റത്തുള്ളൂ, ദൈവവേലയുടെ ഒരു ഭാഗമാണിത് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് ഞാൻ മുട്ടുമേലിരുന്ന് കരയുവാനും പ്രാർത്ഥിക്കാനും ഇടയായി. പിറ്റേ ദിവസം ഇങ്ങനെ തന്നെ ആൾക്കാർ വരുന്നു.
അവർക്ക് അപ്പം അച്ഛൻ പറയും ചായയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല, ലഞ്ച് ഉണ്ടാക്കുക, ഡിന്നർ, ഇങ്ങനെ എല്ലാം പറയുമ്പോഴും ഞാൻ ധൈര്യത്തോടെ, ഇന്നലത്തെ ആ പേടിയൊന്നുമില്ല, ഞാൻ ഇന്ന് ധൈര്യത്തോടെ പോയി സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഇത്ര ഇടണം, ഇന്ന സാധനം ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരോ ഒരാൾ ഗൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ അന്ന് ഉണ്ടാക്കിയ ഫുഡ് ഫുള്ള് സക്സസ് ആയിരുന്നു. സക്സസ് ആയപ്പോ അച്ഛൻ പറഞ്ഞു നല്ല ഫുഡാണല്ലോ, നന്നായിട്ട് ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതെനിക്ക് അറിയത്തില്ല ഇത് എന്നാ സമയം, ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു വിട്ടു. പക്ഷേങ്കിൽ അന്ന് വൈകുന്നേരം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. ഇന്ന് മുതൽ നീ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണോന്ന്, പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ഇന്ന് മുതൽ നിന്റെ ഫുഡിന്റെ കാര്യത്തിൽ നീ പാചകം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവായിരിക്കും നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു ശബ്ദം ഞാൻ കേൾക്കുവാൻ തക്കൊണ്ട ഇടയായി. ദൈവമക്കളെ, അന്ന് തൊട്ട് ഈ നിമിഷം വരെ എനിക്ക് എത്ര പേര് 100, 150, 200 എത്ര പേര് വന്നാലും പാചകം അതിശക്തമായി ധൈര്യത്തോടെ പതരാതെ നിന്ന് ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും എന്നെ മാറ്റി നിർത്തി എന്നോട് ചോദിക്കുന്ന ഇന്ന സാധനം ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിന് എത്ര സാധനം ഇടുന്നതെന്ന് ചോദിച്ചാലും എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ കിച്ചണിലോട്ട് കയറുമ്പോൾ പരിശുദ്ധാത്മാ എന്നെ നിയന്ത്രിച്ച് ഇങ്ങനെ ചെയ്യണം. ആ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനൊത്തോണം മുന്നോട്ട് പോകുന്നത് കൊണ്ട് ദൈവം ഇതുവരെയും ഞങ്ങളെ കൊണ്ടുവന്നു. ആ ഫുഡിന്റെ കാര്യം ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് അത് ഇങ്ങോട്ട് വന്നതാ. പക്ഷെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങളും, ദൈവവേലയാണല്ലോ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും എല്ലാം നേരിട്ടു, പട്ടിണി കടക്കേണ്ടി വന്നു. അപ്പോഴും ദൈവസേനയിൽ പിറുപിറുപ്പില്ലാതെ ദൈവസേനയിൽ നിൽക്കുവാൻ തൊക്കൊണ്ട ഇടയായി. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മൂത്ത മോൻ ഞാൻ പ്രഗ്നന്റ് ആയി. ആദ്യ മാസം തൊട്ട് തന്നെ എന്നെ കാണാൻ വരുന്നവരെല്ലാം പറയും മോളെ ഇന്ന്, അപ്പൊ നമ്മള് കൊച്ചു പിള്ളേരാണല്ലോ, അപ്പൊ നമുക്കൊന്നും അറിയുന്നില്ല. അപ്പൊ എന്നോട് പറയും മോളെ ആപ്പിൾ മേടിച്ച് തിന്നണം കേട്ടോ, ഇന്നത് മേടിച്ച് കഴിക്കണം കേട്ടോ, ദിവസം ഓരോ മുട്ട കഴിക്കണം കേട്ടോ. ഇങ്ങനെ ഞാൻ എല്ലാവരോടും തലയാട്ടും. തീർച്ചയായിട്ടും ഞാൻ കഴിക്കും, തീർച്ചയായിട്ടും ഞങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പച്ചവെള്ളം മാത്രം കുടിച്ചോണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഒന്ന് ഞാൻ പറയട്ടെ, ഞാൻ ഇല്ലായ്മ പറയുന്നതല്ല, പക്ഷെങ്കിൽ ദൈവം കരുതലെ ഞാൻ വർണ്ണിക്കാനാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ആയി 7 മാസം 8 മാസം 9 മാസം ഇങ്ങനെ കടന്നു പോന്നു. അപ്പോൾ എല്ലാവരും എന്നെ കാണുന്നവർ പറയും ശരിക്കും സിസ്റ്റർ വീക്കാണ്, സിസ്റ്റർ ഇന്നത് മേടിച്ച് കഴിക്കണം, ആപ്പിൾ മേടിച്ച് കഴിക്കണം, ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് കഴിക്കണം, നല്ലതായിട്ട് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഇല്ലായ്മയോ നമ്മുടെ ഒന്നും പുറമെ ഒന്നും അറിയിക്കാതെ നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡെലിവറിക്ക് വേണ്ടി എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയി അവിടെ വന്ന് അതിന് നേരത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ദൈവമക്കളെ. കൺസീവായ ആദ്യ മാസം തൊട്ട് തന്നെ ഞാനും പാസ്റ്ററും കൂടെ 2 പേരും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 2 കാര്യമായിരുന്നു. ഒരു കാര്യം, എന്റെ ശരീരത്ത് കത്തി വെക്കല്ല്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഡെലിവറി പെയിൻ ഇല്ലാതെ എനിക്ക് പ്രസവിക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തിനും ദൈവം മറുപടി തരുമെന്നുള്ളതിന്റെ ഒറ്റ ഒരു കാരണം, നമ്മൾ എത്ര അത് മാറത്തില്ല എന്നുള്ള ഒരു സംഭവം വരുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിന് ദൈവം അതിനൊരു നീക്കുപോക്ക് തരും. അതേപോലെ എൻ്റെ ഡെലിവറിക്ക് ഞാൻ കടന്നുപോയി. അവിടെ പോയി ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊരു പെയിനാ. കാരണം രാവിലെ തൊട്ട് ഇങ്ങനെ ചെറുത്. അപ്പം എൻ്റെ മാതാവ് പറയുന്നു ചെറിയ വേദനയുള്ളൂ, സാരമില്ല, നീ ഇതല്ല വേദന, വലിയ വേദന വരും. അപ്പോഴും ഞാൻ മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേദന വരല്ലേ, വേദന ഇല്ലാത്തൊരു ഡെലിവറിയാ വേണ്ടിയെന്ന്. അപ്പോഴും എന്റെ മാതാവ് ചോദിക്കുന്നുണ്ട് നിനക്ക് വലിയ വേദനയൊന്നും. ഞാൻ പറഞ്ഞു ഒരു വേദന, ഞാൻ ഈ ചെറുതായിട്ട് എന്താ നമ്മളൊരു തലവേദന ചെറുതായിട്ട് വരുന്ന പോലുള്ള വേദനയേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ ഈ ഓടി നടക്കുകയും ചാടുകയും ഒക്കെയാ, എന്റെ പരിപാടി ഇതായിരുന്നു. പക്ഷെങ്കിൽ രാത്രിയൊക്കെ ആയപ്പോ അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, നിന്റെ മട്ടും ഭാവം കണ്ടിട്ട് നിനക്ക് വേദനയൊന്നും ഇനി വരത്തില്ല, നീ ഇങ്ങനെ കളിച്ചു. അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിനും നോക്കിയപ്പോഴത്തേക്കിനും ഡെലിവറിയുടെ ആ സമയമൊക്കെ അടുത്തിട്ടുണ്ട്. പെയിൻ എന്ന് പറയുന്ന സാധനം എനിക്കില്ല. ഇപ്പോഴത്തേക്കിന് ഇങ്ങനെ ചെക്കപ്പ് ചെയ്ത് ഈ പെയിൻ വരാത്തത് കൊണ്ട് കുഞ്ഞിങ്ങനെ അവിടെ പോയി ചെക്കപ്പ് ചെയ്ത്, അപ്പൊ ഇനി 2-3 മണിക്കൂറും കൂടെ സമയമുണ്ട്, അപ്പോഴത്തേക്കിന് നോർമൽ ഡെലിവറി ആകും എന്നുള്ള ഒരു ഇത് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ കിടക്കുക, അവിടെ ഇരിക്കുകയും എല്ലാം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ ദൈവമക്കളെ, ഞാൻ 1 മണിക്കൂറിന് മുമ്പ് തന്നെ ഇവര് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഇല്ല, ശ്വാസമില്ല. അന്ന് അത് മനസ്സിലാക്കാൻ ഇടയായി. 5-6 ഡോക്ടർമാരെ കയറി വന്നു. ഒരു 3-4 പ്രാവശ്യം സ്കാൻ ചെയ്തു, ഹാർട്ട് ബീറ്റ് നോക്കുന്നുണ്ട്. പക്ഷെങ്കിൽ കുഞ്ഞിന്റെ അനക്കമില്ല. കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചിട്ട് 1 മണിക്കൂറോളം ആയി എന്നാ പറയുന്നത്. ഒരു 57 മിനിറ്റോളം ആയി ശ്വാസമില്ലാതെ ആയിട്ട്. അപ്പം എന്നോട് ഡോക്ടർമാര് പറയുന്നു, അമ്മയും വിളിച്ച് പറഞ്ഞു കുഞ്ഞ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു,
എന്നെയും ഗ്യാരണ്ടി അല്ല, ഓപ്പറേഷൻ ചെയ്തെടുക്കാം, കുഞ്ഞ് ഓൾറെഡി പോയി, അപ്പൊ എന്നെ മാതാവിനെയും ഗ്യാരണ്ടി അല്ല എന്നുള്ളത് സൈൻ ചെയ്ത്, അത് ഗ്യാരണ്ടി അല്ല, അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ റിസ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടും സൈൻ ചെയ്യിപ്പിച്ചു, എന്റെ മാതാവിനെ കൊണ്ടും സൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഈ ഡോക്ടർമാരെല്ലാം ഭയങ്കര ടെൻഷനാ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്റെ മാതാവ് അമ്മ അച്ഛനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. മക്കളെ ഇവിടുന്ന് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞ് അമ്മ ഫോൺ വെച്ചപ്പോഴത്തേക്കിനും ഒരു കുഞ്ഞിന്റെ കരച്ചിലാ കേട്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് നോർമലായിട്ട് ഡെലിവറി ആയി പുറത്തു വരുവാൻ തക്കണ ഐഡിയ. ഡോക്ടർമാരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്നെ മിറക്കിളായിരുന്നു. 3-4 പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടും അനക്കമൊന്നുമില്ല, ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകണം എന്നുള്ള കാര്യം വന്നപ്പോ പോലും ദൈവത്തിന്റെ പ്രവൃത്തിയാണല്ലോ. ഇപ്പോഴും ആ ഹോസ്പിറ്റലുണ്ട്, മിറക്കിൾ ബേബി എന്നാ എഴുതി വെച്ചേക്കുന്നത്. ദൈവത്തിന്റെ വലിയ കാര്യം അവിടെ കാണുവാൻ തക്കണ ഇടയായി. 2 കാര്യമായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, എന്റെ ശരീരത്ത് കത്തി വെക്കല്ലേന്നും. 2, വേദന ഇല്ലാതെ പ്രസവിക്കണമെന്നും. ഇത് 2 ദൈവം ആ സാഹചര്യത്തിൽ ദൈവം നടത്തി തന്നു. പക്ഷെങ്കിൽ വെല്ലുവിളികൾ ഒത്തിരി, നമ്മൾ ദൈവവേലയ്ക്ക് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വെല്ലുവിളികൾ ഒത്തിരി ഉണ്ടായി. കുഞ്ഞിനെ പോലും വെല്ലുവിളിച്ച ഒരു ഇതായിരുന്നു. കാരണം പ്രഗ്നന്റ് ആയപ്പോഴേ പറഞ്ഞു ഇവനൊരു ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനായിരിക്കും എന്നുള്ള വാഗ്ദത്തത്തോടു കൂടി വന്ന കുഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ അതിനെ വെല്ലുവിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു മാത്രമാണ് നേടിയത്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിനും ദൈവം മറികടന്ന് പോകുന്ന ദൈവമല്ല. നമ്മുടെ ഓരോ അവസ്ഥകൾക്കും ദൈവം മറുപടി തരുന്ന ദൈവമാണ്. അതേപോലെ തന്നെ എന്റെ ആദ്യത്തെ കുഞ്ഞിങ്ങനായി നോർമലായിട്ട് ഡെലിവറി ആയി ഞാൻ വീട്ടിൽ വന്നു, സന്തോഷത്തോടെ മുന്നോട്ട് പോവുമായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ കുഞ്ഞിനെ ഞാൻ കൺസീവ് ആയി. 7 വർഷം കഴിഞ്ഞിട്ട്, മൂത്ത മോന് 7 വയസ്സായപ്പോഴാണ് 2ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആകുന്നത്. അതും ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ നിന്റെ ഒരു സഹായം എനിക്ക് വേണം കർത്താവെ. ആദ്യത്തെ എന്റെ ദൈവം എന്നിൽ ഇറങ്ങി വന്ന ദൈവം സഹായിച്ച കാര്യമാണ്. 2ാമത്തേത് ഇങ്ങനെ തന്നെ വേണമെന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. അപ്പോഴും ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു, ദൈവം എന്റെ ശരീരത്തിൽ കത്തി വെക്കല്ലേ, ദൈവമേ നോർമൽ മീൻസ് പെയിൻ ഇല്ലാതെ ഡെലിവറി ആകണമെന്ന്. ദൈവമക്കളെ, ഇതും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ പെയിൻ ഒന്നും വന്നില്ല. എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കിന് എന്നോട് പറഞ്ഞു, ഓൾറെഡി തലയെല്ലാം സെറ്റായി, നിങ്ങൾ പോവുകയാണെങ്കിൽ യാത്ര ചെയ്യുവാണെങ്കിൽ ചെയ്തോ, എത്രയും പെട്ടെന്ന് ഡെലിവറി കാണുമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. അവിടെ പോയി പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് പറയാ, കുഞ്ഞിന്റെ തല നേരെ നിൽക്കുവാണ്, തിരിഞ്ഞിട്ടില്ല, നിങ്ങൾ എക്സസൈസ് ചെയ്യണോ അത് ചെയ്യണോ ഇതല്ല. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ള ഇതിലായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്കിനും ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ പറ്റത്തില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം കുഞ്ഞിന്റെ തല ഇവിടെ സ്റ്റക്കായിരിക്കുക മേളില്, അത് തിരിയാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ല, അത് സ്റ്റക്കായിരിക്കുന്നതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തേ കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ദൈവമക്കളെ, ഞാനിങ്ങനെ വീട്ടിൽ വരും, പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ശബ്ദമാണ്, ഒരു വചനമാണ്. നീതിമാന്റെ അവകാശത്തിൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ലെന്ന ദൈവശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഇടയായി. എന്റെ വിടുതലുകള്, നമ്മുടെ രോഗസൗഖ്യം, നമ്മുടെ തലമുറകൾ, അത് നമ്മുടെ അവകാശമാണ്. അതിൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല എന്നുള്ള ഒരു വചനം എനിക്ക് തന്ന് ഞാൻ അത് ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെയും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോകും, പിന്നെ അവർ പറയും. അപ്പൊ ഞാൻ ഡോക്ടറോട് ധൈര്യത്തോടെ പറഞ്ഞു, ഇല്ല ഡോക്ടർ, എനിക്ക് നോർമൽ ഡെലിവറി ആകും, നിങ്ങൾ എന്റെ ശരീരത്തിൽ കത്തി വെക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ദൈവം അത്ഭുതം ചെയ്യും. അപ്പൊ ആ ഡോക്ടർ എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചേ, സിസ്റ്ററെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞ് കേൾക്കണോ അല്ല ദൈവം കേൾക്കണോ? ഞാൻ പറഞ്ഞു, കുഞ്ഞ് കേട്ടിട്ട് കാര്യമില്ല, പക്ഷെ എന്റെ ദൈവം കേൾക്കണം, കേട്ടാലേ കാര്യമുള്ളൂ എന്ന് ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, എന്തായാലും നാളെ വന്ന് അഡ്മിറ്റ് ചെയ്യണം, കാരണം എനിക്ക് പെയിനും ഇല്ല, കുഞ്ഞ് തിരിയൊന്നുമില്ല, ഒന്നുമില്ല, വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഞാൻ ധൈര്യത്തോടെ, അപ്പൊ ദേവദാസൻ ഇവിടെ ഇല്ല, ശുശ്രൂഷയുടെ വെളിയിലായിരുന്നു. ഞാൻ ധൈര്യത്തോടെ പോയി അവിടെ പോയി അഡ്മിറ്റായി. അപ്പോഴും സ്കാൻ ചെയ്തപ്പോഴും എന്ത് ചെയ്യും, കുഞ്ഞിന്റെ തല നേരെ തന്നെ ഇരിക്കുക. അപ്പൊ എന്നോട് പറഞ്ഞു, ഇനിയും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇന്ന് ഓപ്പറേഷൻ ചെയ്യണം, 3 മണി വരെ ഞങ്ങൾ നോക്കും, അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷനുള്ളത് തയ്യാറെടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ റൂമിലോട്ട് മാറ്റി. ഞാൻ അവിടെ എല്ലാരും ഇങ്ങനെ അവരുടേതായ തിരക്കുകളിൽ ഇരിക്കുമ്പോഴും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തക്കോട്ടെ, ദൈവമേ എന്റെ ശരീരത്ത് കത്തി വെക്കല്ലേ. ഞാൻ ആദ്യ ദിവസം തൊട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ദൈവം ഇതിൽ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, ദൈവം ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിലും ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കും എന്നുള്ള വാക്കിന്റെ അടിസ്ഥാനം, എന്റെ ഒരു വാക്കിൽ അവർ നിൽക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു.
ഇപ്പൊ ദേവദാസൻ എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ എന്നാ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിനൊക്കെ ചെയ്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു. ഇല്ല, ഞാനപ്പോ പറഞ്ഞു, ദൈവശബ്ദം ഞാൻ കേട്ടതാ, നീതിമാന്റെ അവകാശത്തിൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ലെന്ന്. ദൈവശബ്ദം കേട്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ നിറവേറപ്പെടണം. വചനത്തിലൊന്ന് പറയുകയും നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്ന് ചെയ്യാത്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ വചനം നിറവേറപ്പെടണമെങ്കിൽ ഇതൊക്കെ സാഹചര്യത്തോട് കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വചനങ്ങൾ നിറവേറപ്പെടുന്നതെന്ന് ഞാൻ പറയുവാൻ തക്കാണ് സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ദേവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് കയറി തിരിച്ചു വരുമ്പോഴത്തേക്കിന് എനിക്കൊരു വിടുതലിന്റെ സാക്ഷ്യം കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ വെച്ചിട്ട് പോയി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ദൂതന്റെ സഹായം ഇപ്പൊ വേണം. കർത്താവെ, നിന്റെ കരം ഞാൻ കാണണം. ദൂതന്മാർ ഇറങ്ങി നിന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആമേൻ പറയുന്നതിന് മുമ്പ് എന്റെ വാട്ടർ ബ്രേക്ക് ആയി. പെട്ടെന്ന് എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോയി ലേബർ റൂമിൽ കയറ്റിയപ്പോഴത്തേന് നോർമലായിട്ട് ഡെലിവറി ആയി. ഡോക്ടർമാരൊക്കെ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കിന് കുഞ്ഞിന്റെ തല തിരിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞ സത്യവാ, കുഞ്ഞിന്റെ തല തിരിഞ്ഞിട്ടില്ല. കുഞ്ഞിന്റെ കാല് തന്നെയാണ് വെളിയിൽ വന്നത്. പക്ഷെങ്കിൽ ഒരു കുഴപ്പമോ ഒരു ഭാരവോ ഒന്നും ഇല്ലാതെ നോർമലായിട്ട് ഡെലിവറി ആകുവാൻ തൊക്കണം ദൈവം സഹായിച്ചു. അതും ആ ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും വായിൽ അത് പറയാൻ തൊക്കണം, മിറക്കിൾ ബേബിയാണ്. അങ്ങനെ 2 തലമുറകളെ ദൈവം തന്നു. ദൈവം അത്ഭുതകരമായി ഇതുവരെ ദൈവം കൊണ്ടുവരുവാൻ തൊക്കണം, ദൈവം നടത്താൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും നമ്മുടെ ഇതേ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയാം, പതറിപ്പോകല്ലേ. ദൈവത്തിലുള്ള വിശ്വാസം വിട്ടുപോകരുത്. നമ്മൾ ഉറച്ചു നിന്ന്, നമ്മുടെ മനസ്സ് പതറാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന്, ദൈവസന്നിധിയിൽ മാത്രം ദൈവത്തിന്റെ മുഖത്തോട്ട്. നമ്മുടെ സാഹചര്യങ്ങൾ പലതും നമുക്ക് പ്രതികൂലമാ, കാര്യം ശരിയാ. പക്ഷെങ്കിൽ നമ്മളെ നോക്കുന്ന ഡോക്ടർ, സയൻസ് എല്ലാം പറയും ഇത് സംഭവിക്കത്തില്ല, ഇതാണ്. പക്ഷെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം, നമ്മൾ ഈ ഭൂമിയിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് കാര്യങ്ങളെല്ലാം എഴുതി വെച്ച ദൈവം അത് അതേപടിയായി നിവർത്തിക്കാൻ ശക്തനാണ്. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള സമയം കണ്ടെടുത്തണം. ഞാനും ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ കൂട്ടത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഓരോ സാക്ഷ്യങ്ങളും ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനൊത്തോണം നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ എല്ലാ സംഭവങ്ങളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം ഈ ദിവസങ്ങളിൽ വീണ്ടും നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഞാൻ അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതേപോലെ എന്റെ കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പം, ഇളയ കുഞ്ഞിന് 1.5 വയസ്സും മോന് 8-9 വയസ്സും ഉള്ളപ്പോഴത്തേക്കിന് മോനൊരു പനി വന്നു. അപ്പോഴും ഞാൻ ഈ ഒറ്റയ്ക്കാ ബാംഗ്ലൂരില്, ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ദേവദാസന ശുശ്രൂഷയുടെ ബന്ധത്തിൽ നാട്ടില് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ മോന് പനി വന്നു. പനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് നോക്കിയപ്പോഴത്തേനും അവന് ഹൈ ഫീവറാ എന്ന് പറഞ്ഞാൽ അവൻ നിൽക്കാൻ പറ്റുന്നില്ല, തല കറങ്ങി വീഴുന്നു. അപ്പൊ അവനെ കൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പം കൊച്ചു കുഞ്ഞ് എന്റെ കൈ ഞാൻ പിടിച്ചേക്കുന്നു, മോനെ ഞാൻ രണ്ടുപേരെയും കൈ പിടിച്ചേക്കുക. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കിന് ഡോക്ടറുടെ കസേരയുടെ അവിടുന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് മോൻ എന്നെ ചെയ്തു, തല കറങ്ങിപ്പോയി. ഞാൻ അവനെ പിടിക്കാൻ വേണ്ടി ഡോറ് ഓപ്പൺ ആക്കിയ ഡോർ ഞാൻ കൈ വിട്ട് ഇതാപ്പത്തേക്കിന് എന്റെ രണ്ടാമത്തെ കുഞ്ഞിന്റെ വിരല് ഡോറിന്റെ ഇടയ്ക്ക് കുടുങ്ങിയിട്ട് ഈ ചൂണ്ടുവിരല് 2 പീസാകാൻ ഇടയായി. ആ 2 പീസ് വെച്ചുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ നോക്കുന്നു, മൂത്ത കുഞ്ഞിനെ നോക്കുന്നു, രണ്ടുപേരെയും താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ അവിടെയും പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ സഹായം വേണം. എനിക്കിവിടെ എന്തുവാ എന്നതാ ഒന്നും അറിയത്തില്ല. അവിടെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ മാത്രമാ, കുഞ്ഞുങ്ങളെ പനിക്കും അങ്ങനെ നോക്കുന്ന ഡോക്ടർ മാത്രമാ. ഇതാണെങ്കിൽ സ്റ്റിച്ച് ഇടാൻ ന്യൂറോയുടെ അടുത്ത്, മറ്റേ സ്റ്റിച്ച് ഇടുന്നിടത്ത് പോകണം. എന്നാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അവിടെ ദൈവം ഇറങ്ങിയിട്ട് ആ ഡോക്ടർ തന്നെ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി. അവിടെ കൊണ്ടുവന്ന് പുള്ളി അവിടെ ആക്കിയിട്ട് എന്നെ അവിടെ എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. പക്ഷേങ്കിൽ ഈ കുഞ്ഞിനെ നോക്കണം, ഞാൻ ഈ മൂത്ത മോനെ നോക്കണം. ഇവൻ തല കറങ്ങി നിൽക്കുക, കാരണം ഹൈ ഫീവർ ആയതുകൊണ്ട്. ഞാൻ അവിടെ മുട്ടുമടക്കി, ദൈവമക്കളെ ദൈവമേ, പരിശുദ്ധാത്മാവെ, ദൂതനെ ഇറക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. മനസ്സ് പതറിപ്പോയി. കുഞ്ഞ് ചോരയെ മുങ്ങി കിടക്കുന്നു. ഒരു കുഞ്ഞാണെങ്കിൽ തല കറങ്ങിയിരിക്കും. അപ്പൊ ഹോസ്പിറ്റലിൽ അവന് ഛർദ്ദിക്കാൻ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി വാഷ് ബേസിന് ഛർദ്ദിച്ചിട്ട് വരാൻ പറഞ്ഞു വിട്ടപ്പോ മോൻ തല കറങ്ങി ഭിത്തിയെ പോയി തല ഇടിച്ച് താഴെ വീഴുന്നു. ഈ ഇളയ കുഞ്ഞാണെങ്കിൽ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഞാൻ ആരെയാ നോക്കുന്ന കർത്താവെ, ഞാൻ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് അതേപടി വ്യക്തി രൂപത്തിൽ ഇറങ്ങി നിന്ന് എന്നെ സഹായിച്ചു. ആ രണ്ട് പിള്ളേരെയും എന്നെ സേഫ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോഴും ഞാൻ അതിൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ അറിയത്തില്ല എന്നെ ആരാ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയെന്നോ അവിടെ സംഭവിച്ച എന്താണെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവെ, ദൂതന്മാരുടെ സഹായം എനിക്ക് വേണം, എന്നെ ഒന്ന് നിയന്ത്രിക്കണം. എന്റെ മനുഷ്യമായ ചിന്തയിൽ എനിക്ക് ചിന്തിച്ചെടുക്കാനോ ഇവരെ ചെയ്തെടുക്കാനോ ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, എന്നെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതേ നിമിഷം ആരാ എന്താന്ന് ഇന്ന് വരെ നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഒരാൾ എന്നെ സഹായിച്ചു, എന്നെ കൊണ്ടുവന്ന് വീട്ടിലാക്കി. പിന്നെ എനിക്കൊരു വെളി വീടപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്നോ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ ദൈവം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ദൂതന്മാരുടെ സഹായവും കാവലും പരിപാലനവും ഉണ്ടായിരുന്നു. അതേപടി ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ദേവദാസന് ഇവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് പനിയാൽ ഭാരപ്പെട്ടു, പനി പിടിച്ചു, ഫീവർ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ പിച്ചിപ്പേഴും പറയുന്നു, കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്, എനിക്ക് ബോധമില്ല, എന്തുവാ സംഭവിക്കുന്നത്. ഒരു 7 ദിവസമായിട്ടും പനി വിട്ടു മാറുന്നില്ല. പനി വിടാത്തടത്തോളം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് ഞാൻ മനസ്സിൽ ഇങ്ങനെ തോന്നി, ദൈവമേ, എന്റെ സമയം കഴിയാറായി, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ പനി വിടുന്നില്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കൈയും കാലും പൊങ്ങുന്നില്ല, നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ. അപ്പോഴും ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞു, ദൈവമേ, നിന്റെ വേല തികഞ്ഞു, എന്നെയും കൊണ്ട് ദൈവത്തിനുള്ള ആവശ്യം കഴിഞ്ഞെങ്കിൽ എന്നെ എടുത്തോ, ഇല്ലെങ്കിൽ ദൈവശബ്ദം എനിക്ക് കേൾക്കണം കർത്താവെ, ദൈവം എന്നെ സൗഖ്യമാക്കണം, മരുന്നുകൾക്കോ ഒന്നും പറ്റുന്നില്ല, ദൈവശബ്ദം എനിക്ക് കേൾക്കുവാനും ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കോണം എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവാത്മാവ് എന്റെ മനസ്സിൽ ഒരു തോന്നൽ തോന്നിച്ചു. എനിക്കിവിടെ നേഴ്സസ് ഉണ്ടായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് വീട്ടിൽ തന്നെ. അവരെ ഞാൻ റൂമിൽ നിന്ന് വെളിയിലാക്കി, നിങ്ങൾ സിസ്റ്റർ വെളിയിലിരുന്നോ, ഞാൻ ഈ റൂമിൽ ഇരുന്നോട്ടെ. അപ്പൊ അവർ പറഞ്ഞില്ല, ഞങ്ങളുടെ റൂൾസ് എന്ന് പറഞ്ഞ പേഷ്യന്റിന്റെ കൂട്ടത്തിൽ തന്നെ റൂമിൽ നിൽക്കണമെന്നാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ രാത്രിക്ക് നിങ്ങൾ വെളിയിൽ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞു വിട്ടു. അപ്പോഴും പരിശുദ്ധാത്മാവ് റൂമിൽ ഇറങ്ങി വ്യക്തിപരമായി എന്റെ തലയുടെ നമ്മുടെ തലേണയുടെ സൈഡിൽ വന്ന് ഇരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇരുന്നുകൊണ്ട് എന്നോട് എന്നെ സംസാരിക്കാനിടയായി. വേല തീർന്നിട്ടില്ല, നീ ദൈവത്തിന് വേണ്ടി ഓടാൻ അനേക ദൂരമുണ്ട്, പക്ഷെങ്കിൽ ശത്രു ഇങ്ങനെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ ദൈവശബ്ദം പൗലോസ് പറഞ്ഞതുപോലെ ശൂലം തന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ എന്റെ കൃപ നിനക്ക് മതി എന്നുള്ള ആ ദൈവശബ്ദം പൗലോസ് കേട്ട് മുന്നേറിയതുപോലെ ആ ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ടാണ് ഞാൻ മുന്നോട്ടും പോകുവാൻ തക്കണം ഇടയായി. ഈ സമയത്തൊന്നും ഞാൻ പറഞ്ഞല്ലോ, ദൈവദാസൻ ഇവിടെ ഇല്ല, ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായവും പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ബുദ്ധിയും, ഓരോ കാര്യങ്ങളും നമ്മളോട് എന്ത് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദൈവം നമ്മളെ ഓരോ നിമിഷവും കേൾപ്പിക്കാൻ തൊക്കണം സഹായിച്ചു. ഓരോ നിമിഷവും ഇന്ന് എന്തുവാണ് ചെയ്യേണ്ടത്, ദൈവമേ ഇന്ന് പകൽക്കാലം ഞാൻ എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാ എന്നോട് ഇടപെടും. ഇന്നതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ആകേണ്ടതെന്നൊക്കെ നമ്മുടെ പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടാൻ തക്കണം സഹായിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഓരോ ദിവസം ബലപ്പെടുത്തി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ മെയിൻ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയും. ഇതിന്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിലും ഞാനിത് പറഞ്ഞ് അനേകര് ഈ പ്രതികൂലത്തിൽ കൂടെ ഒക്കെ പോകുമ്പോഴും നമ്മളെ ഓരോ ദിവസം ഞാൻ പലപ്പോഴും ദൈവമക്കളെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവത്തോട് തിരിച്ച് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷകളും പരിശോധനകളും ഇങ്ങനെ വരുന്നു കർത്താവെ? ഇന്ന് വരുന്നതല്ലായിരിക്കും നാളെ. ഇന്ന് വന്ന പ്രശ്നങ്ങളെ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനായിരിക്കും അതിനേക്കാളും വലിയ ഒരു സംഭവം വരുന്നത്. അത് കഴിഞ്ഞ് അത് തരണം ചെയ്ത് പ്രാർത്ഥിച്ചു നേടി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അടുത്ത പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതാ, ഈ അവസ്ഥ കൂടെ കടത്തി വിട്ടാലേ നാളെ ഇങ്ങനെ ഒരു അവസ്ഥ ആണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ ആ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാനും അവരുടെ ആ അവസ്ഥയിൽ ഇറങ്ങി നിന്ന് പ്രാർത്ഥിക്കാനും അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുവാനും ഒക്കെ സഹായിക്കത്തുള്ളൂ. പക്ഷെങ്കിൽ ദൈവമക്കളെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പരീക്ഷകളും പരിശോധനകളും എല്ലാം വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതെ ദൈവസ്ഥാനത്തിൽ വിശ്വസ്തയോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ, അനേകർക്കൊരു കൈത്താങ്ങലായി നിൽക്കുവാൻ, അനേകരെ താങ്ങുവാൻ, തണലായി താങ്ങി നിർത്തുവാനും അവരെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ദൈവം നമ്മളെ ഓരോ ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവമക്കളെ. നമ്മൾ പക്ഷെങ്കിൽ നമുക്ക് പ്രശ്നങ്ങള് പ്രതിസന്ധികള് എല്ലാം വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാര്യം ശരിയാ, നമ്മൾ പിറുപിറുത്തു പോകും. പക്ഷെങ്കിൽ നമ്മൾ പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ദൈവം നമ്മളെ ഓരോ നിമിഷവും
മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ ദിവസങ്ങൾ ദൈവശബ്ദം ഇങ്ങനെ ആയിരുന്നു കേട്ടുകൊണ്ട് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞല്ലോ, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ സ്വഭാവത്തിന്, നിന്റെ ചിന്തയ്ക്ക്, നിന്റെ എല്ലാത്തിനും ഒരു വ്യത്യാസം വരുത്തുമെന്ന് ഞാൻ പറയട്ടെ. എന്റെ ചിന്തകൾ മാറാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പം എന്റെ ചിന്തകള്, എന്റെ മെന്റാലിറ്റി എല്ലാം മാറാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് എന്നിൽ കർത്തൃത്വം നടത്തുമ്പോഴും, പരിശുദ്ധാത്മാവിന് ഇതമല്ലാത്ത സ്വഭാവം എന്നിൽ നിന്ന് എടുത്തു മാറ്റുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മുടെ വിടുതലുകൾ സംഭവിക്കാത്തത് നമുക്ക് ലഭിക്കേണ്ട വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കാത്തതിന്റെ ഒറ്റ കാര്യം, ദൈവ ഇഷ്ടത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവിന്റെ ഹിതം എന്താണ്? ഇന്ന് പകൽക്കാലം എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ പ്ലാനിനൊത്തോണം നമ്മൾ ആയിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ദൈവം പ്രവൃത്തി നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയാവത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ഇഷ്ടം അതല്ലായിരുന്നു. നമ്മുടെ സംസാരമാവട്ടെ, നമ്മുടെ നോട്ടമാവട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, എല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് എപ്രകാരം നമ്മളെ ഗൈഡ് ചെയ്യുന്നു. നമ്മുടെ യവനക്കാരെ ഓർത്ത് ഞാൻ യവനക്കാരോട് ഒരു വാക്കുകൾ പറയട്ടെ. എന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന യവനക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുമ്പോഴും ദൈവത്തിന്റെ മുഖം മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസ്ഥകളിലും നമ്മളെ കൈവിടാതെ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം ശക്തനാണ്. കാരണം ഞാൻ അത് രുചിച്ചു നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ ഒരു ചോക്ലേറ്റ് തിന്നിട്ട് നിങ്ങളോട് പറയല്ല അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയല്ല. പക്ഷെങ്കിൽ ഞാൻ എന്തുവാണെന്നും നമ്മൾ ഈ ഓരോ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ട പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, ഒറ്റപ്പെടലുകള്, നിന്ദകള്, അപമാനങ്ങള് എല്ലാം സഹിച്ച്, കാരണം അതേ കൂടെയൊക്കെ ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോയത് ഇപ്പൊ തിരിഞ്ഞ് ചിന്തിക്കുമ്പോഴത്തേക്കിന് ദൈവം എനിക്ക് മനസ്സിലാകാൻ തക്കാൻ ഇടയാകുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദൈവം ഓരോ കാലഘട്ടത്തിൽ കൂടെ കൊണ്ടുപോവാ. ഞാൻ ഇന്ന് ഈ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പനി വന്നു. ഞാൻ ആ പനിയിൽ പ്രാർത്ഥിച്ച് ജയമെടുത്തു മേളിലോട്ട് കയറുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു പനിക്കാരെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. സിസ്റ്ററെ പ്രാർത്ഥിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം സിസ്റ്ററെ, ഇതാണ് എന്റെ വിഷയം, പ്രാർത്ഥിക്കണം. അപ്പൊ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിവോ, എന്നെ കഴിഞ്ഞ ആഴ്ച പനിപ്പിച്ചത് ഇതുകൊണ്ട്, ഇവരുടെ പ്രശ്നം എന്താണെന്നും പ്രതികൂല പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അലിഞ്ഞു നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാൻ. ഇതാണ് വേദന, ഇതാണ് സംഭവം, ഇതാണ് പട്ടിണി, ഇതാണ് ഇല്ലായ്മ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കൊണ്ട് ഇടയായി തീരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമക്കളെ, വിശ്വാസ ജീവിതം നമ്മളിങ്ങനെ ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാനോ, ഈ ലോകത്തിൽ വലിയ ബിൽഡിംഗ് പണിതോ ഇവിടെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യതയിലേക്ക് ചെന്ന് ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ മണവാട്ടിയായി നമ്മളെ ഒരുക്കുമ്പോൾ വാട്ടം ചുളുക്കം ഒന്നും ഇല്ലാത്ത നമ്മൾക്ക് കാണാൻ തക്കണ ഒരു സഹായിക്കുമല്ലോ. ഒരു കല്യാണ പെണ്ണ് എത്ര ഒരുങ്ങി വന്നാലും നമ്മുടെ അകത്തോട്ട്, സ്റ്റേജിനകത്തോട്ട് കയറുമ്പോൾ ഒരു ടച്ചപ്പ് കഴിഞ്ഞിട്ടാ കയറുന്നത്. അതുപോലെ നമ്മള് ക്രിസ്തു എന്ന മണവാളിന് നമ്മള് മണവാട്ടിയായി നമ്മളെ വേർതിരിച്ച് നിർത്തിയപ്പോൾ ഒരു ടച്ചപ്പും കൂടെ എവിടൊക്കെയാ ക്രമീകരിക്കേണ്ടിയേ, എവിടൊക്കെയാ നമ്മൾ വിടേണ്ടിയേ, എവിടൊക്കെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടേ, ആ ക്രമീകരണത്തോടെ മുന്നേറുവാൻ തൊക്കണം. ദൈവം സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളെയും കുടുംബമായിട്ട്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, അരോമ ടിവിയിൽ തന്നെ ദൈവദാസനും കഴിഞ്ഞ ദിവസം സാക്ഷി പറയാൻ തൊക്കണം ഇടയായ ആ സാക്ഷി അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിച്ച് നമ്മളെ ഓരോരുത്തരെയും നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിന്റെ അടികൾ പാടിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തൊക്കണം ആഗ്രഹിക്കുന്നു. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ എൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റ എൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും
ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ദൈവമക്കളെ, നമ്മുടെ ദൈവത്തിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങാം. കഷ്ടങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ എന്ത് വന്നാലും ദൈവത്തിന്റെ വരവെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ദൈവവേലയിലായിരിക്കുന്നു. പക്ഷെങ്കിൽ എന്നും നമ്മൾ കഷ്ടതയിൽ മുന്നോട്ട് പോകത്തില്ല. ദൈവത്തിന്റെ വരവെങ്കിൽ നമ്മൾ ഇവിടെ കൈവിടപ്പെട്ട് പോകുന്നവരായിട്ടല്ല, ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ആ സന്തോഷത്തോടെ, ആ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ ആ ആ ഒരു ഉന്മേഷത്തോടെ ദൈവ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടുവാൻ തക്കണം. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. പരിശുദ്ധ കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. ഇതുവരെയും കർത്താവെ, ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവെ ഹല്ലേലൂയ ആയി തീരുവാൻ സ്വർഗം സഹായിച്ചല്ലോ. അമേൻ. കർത്താവെ, ദൈവവചനത്തിൽ നിന്ന് പറയുവാനും സാക്ഷികൾ പറയുവാൻ സ്വർഗം സഹായിച്ചല്ലോ. ഇത് കേൾക്കുന്ന അനേകർക്ക് വിടുതലും ആശ്വാസം പ്രചോദനമായി മാറട്ടെ. ദൈവം നിങ്ങൾ സഹായിക്കണം, അനുഗ്രഹിക്കണം, ദൈവകൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാലും ദൈവകൃപ പ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഇതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു പ്രിയ ഷെർലി ബിനോ സിസ്റ്റർ. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ആ ജീവിതത്തിൻ്റെ ദൈവീയ ഇടപെടലുകളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവ് നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനിച്ച് വളർത്തപ്പെട്ട ജീവിത പശ്ചാത്തലവും കഷ്ടതയുടെ കൈപ്പേറിയ അനുഭവങ്ങളും ഒക്കെ ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനുള്ളതായ ഓരോ സ്റ്റെപ്പുകളായിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് കഷ്ടതയുടെ ആ ബാല്യം, വിശപ്പ്, ദാഹം, അതുപോലെ പലവിധമായ സമ്മർദ്ദങ്ങളുടെ ഒക്കെ നടുവിലൂടെ കടന്നു പോയപ്പോൾ ജീവിതം മതി എന്ന് വിചാരിച്ച് ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്നാൽ ദൈവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് അതിൽ നിന്നൊക്കെയും രക്ഷ ചെയ്യുവാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെങ്കിൽ അന്നെടുത്ത തീരുമാനം നടപ്പിലായിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരാൾ ഉണ്ടാകുമായിരുന്നില്ല. ദൈവം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കാരണം ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പിശാച് അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനും ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജീവനെ തരുവാനും സമൃദ്ധിയായി ജീവനെ തരുവാനും കർത്താവായ യേശു ക്രിസ്തു വന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശു വന്നത് നശിപ്പിക്കുവാനല്ല, അവനെ ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റർ ഒരു ആത്മീയ ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞു. അതായത് സ്നാനത്തിലേക്കൊക്കെ നയിക്കപ്പെട്ട ആ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അനേക കുടുംബങ്ങളിൽ ഇന്ന് സിസ്റ്റർ പറഞ്ഞ ആ അനുഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ ശരിക്കും അനുഭവങ്ങളിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ദൈവമക്കളായി ജീവിച്ചവരുടെ തലമുറ വന്നപ്പോൾ ആ മാതാപിതാക്കന്മാർ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. രക്ഷ എന്താണെന്നോ, സ്നാനം എന്താണെന്നോ, ആത്മനിറവ് എന്താണെന്നോ, വിശുദ്ധ ജീവിതം എന്താണെന്നോ, അന്യഭാഷ എന്താണെന്നോ, ആരാധന എന്താണെന്നോ, ദൈവം എന്താണെന്നോ, ആത്മീയ കൂട്ടായ്മകൾ എന്താണെന്നോ, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ, കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചോ ഒന്നും ഒരു അറിവോ അവബോധമോ ആഴമായ പഠനമോ ഒന്നുമില്ലാതെ തന്നെ ഒരു പാരമ്പര്യ സഭകളിൽ ശിശുസ്നാനവും മറ്റ് കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന അതേ ലാഘവത്തോടു കൂടി പെന്തക്കോസ്തുകാർ തങ്ങളുടെ തലമുറകളെ സ്നാനപ്പെടുത്തുകയും മറ്റ് പലവിധമായ ആത്മീയ കാര്യങ്ങളും അവരെ അടിച്ചേൽപ്പിച്ച് ആ തലമുറകൾ ഇന്ന് അങ്ങനെ പോകുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോൾ അനുഭവമില്ലാതെ അവർക്ക് വേണ്ടതായ അറിവ് ലഭിക്കാതെ പോകുന്നത് കൊണ്ട്, ആഴമേറിയ സത്യം മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് അനേക കുഞ്ഞുങ്ങൾ ഇന്ന് വളർന്നു വരുന്ന പെന്തക്കോസ്ത് സമൂഹത്തിലെ അനേക കുഞ്ഞുങ്ങൾ, ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ വളർന്നു വന്ന ഒരു വലിയൊരു കൂട്ടം ജനത ഇന്ന് സഭകളിൽ പാലിക്കേണ്ടുന്നതായ ആരാധനയോ
വിശുദ്ധിയോ വേർപാടോ പാലിക്കാതെ ഇന്ന് രാഷ്ട്രീയവും വഴക്കും അതുപോലെ അവിശുദ്ധമായ കാര്യങ്ങളിലും ഏർപ്പെട്ട് ഇന്ന് ദൈവസഭകളുടെ അവസ്ഥകൾ വല്ലാത്ത തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ഡിവോഴ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. നല്ല മാതൃകയുള്ള മാതാപിതാക്കന്മാർ ആയി മാറുവാൻ ഇന്നത്തെ അല്ലെങ്കിൽ ആ ഒരു തലമുറയ്ക്ക് കഴിയാതെ പോകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവഭയമില്ലാതെ വളർന്നു വന്ന, അറിയേണ്ടുന്ന സത്യങ്ങൾ മനസ്സിലാക്കാതെ വളർന്നു വന്ന ഒരു കൂട്ടം ആളുകൾ. അത് പിശാച് വേണ്ടതുപോലെ മുതലെടുക്കുന്നുണ്ട്. പിശാച് ആ കുടുംബങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പേരിന് മാത്രം ക്രിസ്ത്യാനികളായ ഒരു വലിയൊരു ജനതയാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ പെന്തക്കോസ്തരുടെ കൂട്ടായ്മകൾ എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും. മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരെ, ഇന്ന് ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്. സത്യത്തിൽ തെറ്റ് ആരുടെ ഭാഗത്താണ്? എപ്പോഴാണ് സംഭവിച്ചത്? ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ നമ്മെ മാതാപിതാക്കന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃത്തനായാലും അവനത് വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവകൃപയിൽ, ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യത്തിൽ അടിസ്ഥാനമുള്ളവരായിട്ട് വളർന്നു വരുവാൻ അവരെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ തലമുറയെ ഓർത്ത് നമുക്ക് കരയേണ്ടതായി വരികയില്ല. തീർച്ചയായിട്ടും അതൊരു വലിയ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ആമേനിടയായിത്തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിൽ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരനുഗ്രഹമായി തീർന്നു വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഷേർലി സിസ്റ്ററിനെയും കുടുംബത്തെയും ശുശ്രൂഷ മണ്ഡലങ്ങളെയും കർത്താവ് വിശാലതയിലേക്ക് നയിക്കട്ടെ. ഈ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥന ഓൺലൈനിൽ നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com